പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പയറ് പരിപ്പ് പായസമാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ആയിരിക്കും ഈ വീഡിയോയിൽ ഉടനീളം ഉള്ളത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പം വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക്. ചവ്വരി, ഏലക്ക, ശർക്കര പാനി കാച്ചിയത്, പാല്, പയറ് പരിപ്പ്, നെയ്യ്, തേങ്ങാപ്പാൽ. ആദ്യം പയറ് പരിപ്പ് കഴുകി വെള്ളം തോരാൻ വേണ്ടി വയ്ക്കണം. ആ വീഡിയോ നമ്മൾ എടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ആ വീഡിയോ ഇല്ലാത്തത്. എന്നിട്ട് നമ്മൾ പയറ് പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം നല്ല രീതിയിൽ. അപ്പം കരിഞ്ഞു പോവാതെയൊക്കെ നോക്കിക്കൊള്ളണം. ചെറിയ തീയിലിട്ട് വറുത്തെടുത്താൽ മതി. അതെ, ആ പയറ് പരിപ്പ് നല്ല വറുത്ത് ചുവന്നൊക്കെ വന്നിട്ടുണ്ട്, നല്ല കളറൊക്കെ വീണു. ഇതിനെ നമ്മളൊരു കുക്കറിലേക്ക് ഇടണം. ആ ചൂടോടെ തന്നെ കുക്കറിലിടണം. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം. ഇത് വേവിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഉടൻ തന്നെ ഒഴിച്ചു കൊടുക്കണം. നല്ല രീതിയിൽ വെള്ളമൊക്കെ വേണ്ട, എത്രയെങ്കിലും വേണം. ആ പയറ് പരിപ്പിനേക്കാൾ വെള്ളം പൊങ്ങി നിൽക്കണം. എന്നിട്ട് കുക്കർ അടച്ച് നമ്മൾ വേവിക്കാൻ വേണ്ടി തീ എത്തിച്ച് അത് കുക്കർ അടുപ്പി കയറ്റിയിട്ടുണ്ട്. ഇനി വെന്തിട്ട് നമ്മൾ വേവിക്കാൻ വെച്ച പയറ് പരിപ്പ് ഇവിടെ നല്ല വെന്തിട്ടുണ്ട്. 5 വിസിൽ കേൾക്കണം, എങ്കിൽ മാത്രമേ അത് നല്ല വെന്ത് കിട്ടുകയുള്ളൂ. എന്നിട്ട് നമ്മൾ അടുത്തൊരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കണം. അത് ചൂടായി വന്നതിന് ശേഷം കുറച്ച് നെയ്യ് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. നല്ല രീതിയിൽ നെയ്യ് ചൂടായി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ തേങ്ങാക്കൊത്ത് അതിലിട്ടൊന്ന് വറുക്കണം. നല്ല ചുവന്ന് വരുന്നത് വരെയെങ്കിലും നമ്മളതങ്ങ് വറുത്തെടുക്കണം. നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ആ തേങ്ങ കൊത്തിട്ടതിൻ്റെ കൂടെ തന്നെ മുന്തിരിയും അണ്ടിപ്പരിപ്പും അതിൻ്റെ കൂടെ ഇട്ട് തന്നെ ഒന്ന് വറക്കണം. അതും ഒരു ചുവന്നൊരു പരുവത്തിൽ വരണം. അപ്പോൾ തേങ്ങാക്കൊത്തും മുന്തിരിയും അണ്ടിപ്പരിപ്പും ഇട്ട് ഒരുമിച്ച് നെയ്യ് ഒഴിച്ച് നല്ല രീതിയിൽ വറക്കണം. വറുത്ത് നല്ല ഒരു പരുവത്തിൽ എത്തണം, എങ്കിൽ മാത്രമേ ഇതിനൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവൂ. അല്ലാതെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അത് നല്ല കണ്ടില്ലേ, നല്ല അടിപൊളി തന്നെ. അതിൻ്റെ കൂടെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിനെ, നല്ല വെന്ത് കുഴഞ്ഞ പരിപ്പിനെ അതിൻ്റെ കൂടെ തട്ടി കൊടുക്കണം. നല്ല കണ്ടില്ലേ കുഴന്നിരിക്കുന്ന 5 വിസിലൊക്കെ അടിച്ച് നല്ല വെന്ത് നല്ല ആയ പയറ് പരിപ്പാണ്. അതിനെ നമ്മൾ അതിലെല്ലാം ഒരു ശകലം വച്ചിരിക്കില്ല, എല്ലാം അതിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ അങ്ങ് ഇളക്കി ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് വരണം. നമ്മളടുത്ത് ഈ നല്ല പരുവത്തിലായ ഇതിലേക്ക് ശർക്കര പാനി കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കല്ല, കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് അതിൽ പരുവപ്പെടുത്തി എടുക്കണം. എല്ലാം കൂടി ഒഴിച്ചെടുത്താൽ കണാകുണാന്നായി പോവും. നല്ല കുറേശ്ശെ ഒഴിച്ച് നല്ല രീതിയിൽ നല്ല ഇളക്കി, നല്ല കുരുകുരാന്ന് ട്രെയിനിൻ്റെ ശബ്ദം പോലെ കേൾക്കണമില്ലേ, അതുപോലെ പതുക്കെ ഇളക്കിയെടുക്കണം. എങ്കിൽ അത് കഴിക്കുമ്പോൾ നല്ല പരുവും നല്ല ടേസ്റ്റും ആയിരിക്കും. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി തന്നെ, നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പരിപ്പ് പായസം തീയിലങ്ങനെ ചെറിയ തീയിലങ്ങനെ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ വേവിച്ച് വച്ചിരുന്ന ചവ്വരി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. നല്ല രീതിയിൽ നല്ല വെന്ത് കുഴഞ്ഞ നല്ല ചവ്വരിയെ നമ്മൾ അതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ അതിനൊരു നല്ല ഒരു ടേസ്റ്റ്. കുറേ ഇളക്കണം, നല്ല ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിച്ച് പണ്ടാരടങ്ങി അങ്ങ് പോവും. അതുകൊണ്ട് ഇളക്കിന് ഒരു കുറവും ഉണ്ടാവില്ല. ഉണ്ടായാൽ പിന്നെ കരിഞ്ഞ പായസം കുടിക്കേണ്ടി വരും. അടുത്ത് നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടി അങ്ങിട്ട് കൊടുക്കുകയാണ്.
നല്ല ഒരു മണത്തിനും ഗുണത്തിനും വേണ്ടി ഏലക്കാപ്പൊടിയാണ് നമ്മൾ കുറച്ചങ്ങ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നല്ല ഒരു ഇളക്കൊക്കെ ഇളക്കി നല്ല ഒരു പരുവം തന്നെ കണ്ടില്ലേ, കൊള്ളാം. എന്നിട്ട് അതിൽ ബാക്കി വന്ന നെയ്യും കൂടി അതിലങ്ങ് കുടഞ്ഞു കൊടുക്കണം. അപ്പോൾ അതൊരു ടേസ്റ്റായിട്ട് തന്നെ അങ്ങനെ നിൽക്കും. എന്നിട്ട് നമ്മൾ ഇളക്കിന് ഒരു കുറവും വരുത്തല്ലേ. ആദ്യം നമ്മൾ ഒഴിക്കേണ്ട രണ്ടാം പാലാണ്. അത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ല ഒരു ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ പാലും അങ്ങ് ഒഴിക്കണം. നല്ലൊരു ഇളക്കി നല്ല ഒരു മണമൊക്കെ ഉണ്ട് ഇപ്പോൾ ഏലക്കായുടെ. അടുത്ത് നമ്മുടെ ഒന്നാം പാലാണ് ഒഴിക്കുന്നത്. അത് കുറേശ്ശെ ഇളക്കി നല്ല രീതിയിൽ കൊടുത്താൽ മതി. നല്ല മണവും നല്ല ഇതൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഈ പയറുപരിപ്പ് പായസത്തിന്റെ അവസാന രംഗമാണ് ഇത്. ഇനി നമ്മൾ കുടിക്കുന്ന ഒരു രംഗം കൂടി ഉണ്ട്. പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. പയറുപരിപ്പ് പായസമാണ്. അപ്പൊ നമുക്ക് ഇത് ബോളിയും കൂട്ടി ഒന്ന് അടിച്ചു നോക്കിയാലോ. ബോളി തിരുവനന്തപുരംകാരുടെ സ്വന്തമാണ്. അപ്പൊ ഇതൊന്ന് നോക്കി നോക്കാം. ബോളി ഇത്തിരി മുറ്റൻ കണ്ടില്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എടാ കൊള്ളാം, സൂപ്പർ പായസം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമൊക്കെയാണ് ഉള്ളത് ഈ പയറുപരിപ്പ് പായസത്തിന്റെ. അപ്പൊ അക്കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു പുതിയ വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ.